കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം ഉദിയത്തിന്റെ ഇറച്ചി കിട്ടിയിട്ട് ഒരു തുണ്ട് പോലും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ഞാൻ അയച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതിലേക്ക് അതിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ കാര്യമായിട്ട് 2 എണ്ണമാണ്: പച്ചക്കറികളും ഫ്രൂട്ട്സുകളും. പാല് വരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടാവില്ല. ഇത് ഈ അപ്പച്ചട്ടിന്റെ തുണി വരെ കാണും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ. ചെയ്യേണ്ടത് എന്താണെന്നറിയാം നിങ്ങൾ? നല്ലോണം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പാകത്തിന് മുളകും പുരട്ടിയിട്ട് അതൊരു ഹാഫ് വേവിൽ വേവിക്കണം. ഇനി അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി പറയാണ്. അക്കീക്കന്റെ ഇറച്ചി കിട്ടിയാലൊക്കെ അത് ധാരാളമായി പോയി കൊണ്ട് കൊട്ടാന്ന് കരുതരുത്. അതങ്ങനെ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഒരു അടുത്ത നേരത്തിന് കുറച്ചെടുത്തു, പിറ്റത്തെ നേരത്തിന് 2ാമതും എടുത്തിട്ട് പുതിയ ഉള്ളിയും പുതിയ കിഴങ്ങും ചേർത്ത് ഒന്ന് റീകണ്ടീഷൻ ചെയ്താൽ ഒരു കുഴപ്പം അതിനുണ്ടാവില്ല. ഒരിക്കലും ഭക്ഷണങ്ങൾ ഏറെ വെച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊട്ടുന്ന സ്വഭാവം ഉണ്ടാകരുത്. അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമുഖത്ത് നല്ല വിനയത്തോടെ ജീവിക്കുന്നവരാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും വിനയം ഏറ്റി തെരുമാറാകട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയം കണ്ടില്ലേ? തങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹു എനിക്ക് പ്രത്യേകം വഹി അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ വിനയം കാണിക്കണം. ഒരാളും ഒരാളെക്കാളും പവർ നടിക്കരുത്, ഒരാളും ഒരാളെ മേലും അതിക്രമം ചെയ്യരുത്. ഞാൻ അങ്ങ് പറഞ്ഞാൽ എന്താ അവന് കേട്ടാല്? ഞാൻ വലിയ തറവാട്ടുകാരനല്ലേ? നല്ല തറവാട്ടുകാരനാണെങ്കിൽ ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ഗുണം വിനയമാണ്. നല്ല ആലിമാണോ? ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം വിനയമാണ്. നല്ല സയ്യിദാണോ? ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം വിനയമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയമാണല്ലോ. ഏതെങ്കിലും ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോ കുട്ടികളെ കണ്ടാൽ അവിടെ ഒന്ന് നിന്നിട്ട് അവരോടൊരു സലാം പറയുന്നു. നിയമം എങ്ങനെയാണ്? ചെറിയവർ വലിയവരോട് പറയുക എന്നല്ലേ? വിനയം നേരെ തിരിച്ചാണ്. ചെറിയവർ ആരോട് പറയണം? വലിയവരോട് പറയണം. അങ്ങനെയാണല്ലോ. നടക്കുന്ന ആൾക്കാർ ഇരിക്കുന്നവരോട് പറയണം. വാഹനത്തിൽ പോകുന്നവർ നടക്കുന്നവരോട് ഇരിക്കുന്നവരോടും പറയണം. അങ്ങനെയാണല്ലോ അതിന്റെ ശൈലി. അങ്ങനെ. പക്ഷെ കുട്ടികളെ കാണുമ്പോൾ അങ്ങോട്ടൊരു സലാം പറയണം. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികൾ, പേരക്കുട്ടികൾ, അവരാദ്യം തന്നെ വരവേൽക്കുന്നത് അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മക്കും വിനയുണ്ടായി, കുട്ടികൾക്കും വിനയുണ്ടായി. പറയുന്നവർ മാത്രമല്ല, മടക്കുന്നവർക്കുണ്ടാവും വിനയം. കുട്ടികളെ കാണുമ്പോൾ തങ്ങളൊന്ന് നിൽക്കും, അവരോട് സലാം പറയാം. അത് വല്ലാത്തൊരു വിനയാണ്. നമ്മൾ എന്ത് പറയാനാ കുട്ടികളോട്? കുട്ടികളെ നമ്മൾ ഒഴിവാക്കും. കുട്ടികളോട് തങ്ങളെ ഒരു സ്നേഹം, അടിമകളോട് തങ്ങളെ സ്നേഹം. അന്നൊന്നും ആരും പരിഗണിക്കാത്തൊരു വിഭാഗമല്ലേ അടിമകൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അടുത്ത് വന്നിട്ട് അടിമ പറയാണ്, തങ്ങളൊന്ന് എൻ്റെ കൂടെ വരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴ്ന്ന ഏതെങ്കിലും ഒരാള്, ഒരു ജാതിക്കാരൻ നമ്മളെ വിളിച്ചിട്ട്, നിങ്ങളൊന്ന് എൻ്റെ കൂടെ കോഴിക്കോട്ടങ്ങാടി വരെ പോന്നേരും, എനിക്കൊരു വസ്തു അവിടുന്ന് വാങ്ങിക്കാനാണ്, അതിന് വില പേശാനും മറ്റൊന്നും എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ പോകും. നിന്റെ കൂടെ ഞാനില്ല, എന്റെ കൂടെ വരാൻ എനിക്ക്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് അടിമ പറയാണ്, നിങ്ങളൊന്ന് എൻ്റെ കൂടെ വരണം. തങ്ങളെ കൈയും പിടിച്ച് അടിമ സ്ത്രീകൾ പോകാണ്. എന്നിട്ട് എന്തിനാ കൊണ്ടുവന്നത്? ധൈര്യത്തിനാണ്. പണിയെടുപ്പിച്ച യജമാനനോട് ചെറിയ കൂലി കിട്ടാനുണ്ട്, തങ്ങൾ ഇവിടെ നിൽക്കണം, അഥവാ ഞാൻ വന്ന് വിളിക്കുമ്പോ വരണം, എന്നിട്ട് സംസാരിക്കണം. നമ്മൾ പോകും. അതിനൊന്നും എനിക്ക് ആവൂല എന്നല്ലേ നമ്മൾ പറയാം. കൂലി കിട്ടാതെ നീ വാങ്ങിക്കുക, കാരണം എന്തെല്ലാം അവിടുന്ന് പറഞ്ഞൊക്കെ ഞാൻ കേൾക്കേണ്ടി വരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയം നോക്ക് നിങ്ങൾ. സാധാ അടിമകൾ, അവർക്ക് സ്വതന്ത്ര സ്ത്രീകളുടെ അവറത്ത് പോലും ഇല്ലല്ലോ. പക്ഷേ തങ്ങളെ വിനയമാണത്. അവരും ഈ സമൂഹത്തിലെ മെമ്പർമാരാണല്ലോ, അവർക്കും അവകാശമുണ്ടല്ലോ, അത് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. ചെറിയ കുട്ടികൾ വന്ന് പറഞ്ഞാലും തങ്ങൾ അതിന് മുന്നിടും. മക്കയിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബന്റെ മുറ്റത്ത് സുജൂദ് ചെയ്യുകയാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയ കുട്ടി വന്നു. ആ ചെറിയ കുട്ടി വന്നിട്ട് ഖുറൈശി നേതാക്കളോട് പറയുന്നു, അബുൽ ഹക്കം എനിക്ക് കാശ് തരാനുണ്ട്, നിങ്ങൾ അത് വാങ്ങിത്തരണം. അബുൽ ഹക്കം എന്ന് പറഞ്ഞ ആളെ മനസ്സിലായില്ലേ? അബൂജഹലിന്റെ പേരാണ്. അബൂജഹലിനെ അന്ന് അങ്ങനെ ഒരു പേര് വിളിക്കാൻ കാരണം, അന്നത്തേത് പ്രശ്നങ്ങളിലും ഇടപെട്ട് തീരുമാനം പറയാൻ കെൽപ്പുള്ള നേതാവാണ് അബൂജഹല്. ഒരു കാരണവരാണ്, അതിന് തർക്കമൊന്നുമില്ല.
മക്കത്തെ നല്ല ന്യായം പറയാനും തീരുമാനം പറയാനൊക്കെ പറ്റിയ ഒരു നല്ല നല്ല കരുത്തുറപ്പുള്ള ഒരു നേതാവാണ് അബൂജഹൽ. പക്ഷെ പിന്നെ ഇങ്ങനെ ആയപ്പോ പേര് അങ്ങനെ വന്നേ ഉള്ളൂ. അബുൽ ഹക്കം വിളി അത് വാപ്പിമിട്ട പേരല്ലോ, സ്വന്തം പേര് അംറു ബിൻ ഹിഷാം എന്നാ. ഇത് ജനങ്ങൾ വിളിച്ച പേരാണ് അബുൽ ഹക്കം. അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ തീരുമാനം പറയാനും വിധി പറയാനും പഞ്ചായത്ത് പറയാനൊക്കെ നല്ല പക്വമതിയാരാണ്, നല്ല നേതൃ പിന്തുണയുള്ള ഒരു നേതാവാണ്, സമൂഹത്തിന്റെ പിന്തുണയുള്ള. അതുകൊണ്ടാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരുന്നത്, അല്ലാഹുവേ അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിന് ശക്തി തരണം. അതൊന്ന് ഈ പറയുന്ന അബുൽ ഹക്കം എന്ന് പറയുന്ന അംർ ബിൻ ഹിഷാമാണ്, മറ്റൊന്ന് ഖത്താബിന്റെ പുത്രൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആ ദുആ ഫലിച്ചതും അത് അനുഗ്രഹിച്ചതും ഉമർ റളിയല്ലാഹു അൻഹു ആയി എന്ന് മാത്രം. അതുകൊണ്ട് വലിയ ഇസ്സത്തും കിട്ടി, വലിയ ശക്തിയും കിട്ടി. അപ്പൊ അംർ ബിൻ ഹിഷാം അബൂജഹൽ കാശ് തരാനുണ്ട് എന്നാണ് ഒരു കുട്ടി വന്ന് പറയുന്നത്. എത്തിയും കുട്ടിയാണെങ്കിലും കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിച്ചാൽ വലിയവർ ജോലി എടുക്കും പോലെ ജോലി കുട്ടികൾ എടുത്താൽ വലിയവർക്ക് കൊടുക്കും പോലെ കൂലി കുട്ടികൾ കൊടുക്കണം കണക്ക്. അങ്ങനെയാണ്. അത് തട്ടിപ്പൊന്നും കഴിച്ചിടാൻ പറ്റൂല. വലിയ ആൾക്കാരെടുക്കുന്ന അതേ ജോലി കുട്ടികൾ എടുത്താൽ വലിയവർക്ക് എത്ര കൊടുക്കും? 2000. അത് നോട്ട് കീറണ്ട, ചില്ലറാക്കണ്ടല്ലോ, ഡയറക്റ്റായി കൊടുക്കാലോ. അതന്നെ കുട്ടിയെ കൊടുക്കണം. വലിയ ഒരാൾ വീട്ടിൽ വന്നിട്ട് എന്ത് പണിയെടുക്കും? അയാള് എല്ലാ തെങ്ങിന്റെയും മറ്റു മുരടക്കും ചെത്തിക്കോരി അവിടെ മണ്ണക്കെട്ട് വാളക്കെട്ട് റെഡിയാക്കും. അതേ ഒരു പണി അത്ര വലിയ വയസ്സില്ലാത്ത ഒരു 10, 15, 16 വയസ്സുള്ള അല്ലെങ്കിൽ 10, 14 വയസ്സുള്ള ഒരു കുട്ടി വന്ന് എടുത്താൽ ആ കുട്ടിക്കും കൊടുക്കണം. അങ്ങനെ ഇത് കുട്ടിയല്ലേ, അതുകൊണ്ട് ഒരു 10, 50 റുപ്യ മതി ഒരു ചായന്റെ കാശ്, അത് പോരാ, കാശ് കൊടുക്കണം, കൂലി കൊടുക്കണം. ഇസ്ലാമിന്റെ നയം അങ്ങനെയാണ്. അപ്പൊ ഈ കുട്ടി വന്ന അവകാശം ചോദിച്ചപ്പോ ഈ കാരണവന്മാര് പറഞ്ഞു, ദാ അവിടെ കാണുന്ന ഒരു മാന്യദേഹം അവിടെ പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചൂണ്ടിട്ടു. കുട്ടിക്ക് ആരാന്നറിയില്ലല്ലോ, കുട്ടിക്ക് കുട്ടിന്റെ കാശ് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ഞാനൊരു യതീമാണ്, എനിക്ക് അബുൽ ഹക്കം ഇങ്ങനെ കാശ് തരാനുണ്ട്, ജോലി എടുത്ത കാശാണ്, അത് തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നോക്ക്, നിങ്ങൾ അവിടുത്തെ വല്ലാത്തൊരു വിനയം. ഒരു കുട്ടിയാണിത് വന്ന് പറയുന്നത്. ആരോട്? ലോക നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഉടനെ എഴുന്നേറ്റു. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ആ കുട്ടിയെയും കൂട്ടി അബൂജഹലെ നിന്റെ വീട്ടിലേക്ക് വരും അബുൽ ഹക്കമേ. അങ്ങനെ വരുമ്പോ നീ കതകങ്ങ് കൊട്ടിയടക്കണം, തുറന്നിട്ട് ഒറ്റടക്കൽ അങ്ങടക്കണം. അപ്പൊ നബിതങ്ങള് മാനക്കേടിലാകുമല്ലോ. അപ്പൊ ഞങ്ങളെല്ലാവരും കൂക്കി വിളിക്കും, പരിഹസിക്കും. അതിനാണ് അവരെ ശ്രമം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവകാശം വാങ്ങുന്നതിൽ ഒരാളെയും മുഖം നോക്കാറില്ല. കുട്ടിയെയും കൂട്ടിപ്പോയിട്ട് അബൂജഹലിന്റെ വാതിലിന് മുട്ടി. വാതിൽ തുറന്നപ്പോ തങ്ങൾ ഒരൊറ്റ പറച്ചിലങ്ങ് പറഞ്ഞു, ഈ കുട്ടിക്ക് കൊടുക്കാനുള്ളത് കണക്കാക്കി അങ്ങ് കൊടുത്തേക്കണം. 4 ഭാഗത്തുനിന്നും ഇവരിങ്ങനെ വീക്ഷിക്കുകയാണ്, എന്ത് സംഭവിക്കും? കഥക കൊട്ടിയടക്കുന്നുണ്ടോ? ഒന്ന് കൂക്കി വിളിക്കണ്ടേ, ഒന്ന് രസിക്കണ്ടേ, ഒന്ന് ഊറിച്ചിരിക്കണ്ടേ? പക്ഷേ കഥകടച്ചില്ല. അബൂജഹൽ ഉള്ളിലേക്ക് പോയി ഒരു കീശയിൽ ഒരു സഞ്ചിയിലാക്കി കൊടുക്കേണ്ട പണം കൊണ്ടുവന്നു കൊടുത്തു. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അബുൽ ഹക്കം അനുസരിച്ചത് എന്നാ പിന്നെ നേതാക്കളെ ചർച്ച. ഇത്ര വേഗം അനുസരിക്കാൻ എങ്ങനെ തോന്നി എന്നുള്ളതാണ് അവരെ സംശയം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ കുട്ടിയെ സന്തോഷിപ്പിച്ച് നോക്ക്. നിങ്ങൾ നമ്മുടെ വിഷയം അതാണ്. തങ്ങൾക്കുള്ള എന്തൊരു വിനയമാണ്. ഒരു പാവപ്പെട്ട പരിചയമില്ലാത്തൊരു എത്തി കുട്ടി വന്നിട്ട് ജോലി എടുത്ത കാശ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് ഏതൊരാളുടെയും അവകാശമാണല്ലോ. അത് കുട്ടിയാണെങ്കിലും കിട്ടേണ്ടത് തന്നെയല്ലേ. കുട്ടി നീ എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞില്ല, പിന്നെയാകാമെന്ന് പറഞ്ഞില്ല, ഉടനെ എഴുന്നേറ്റ് വാങ്ങിക്കൊടുത്തു. ഇതാണ് ഭൂമിയിൽ വിനയത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ഉദാഹരണം. സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ വല്ലാതെ വിനയം കാണിച്ച നേതാവാണ്. ഇദാ അകല ലഇഖ അസാബിഹു സലാസ്, 3 വിരലുകളെ കൊണ്ടാണല്ലോ പതിവായി ഭക്ഷണം കഴിക്കാറുള്ളത്. അതേ, ആ ഭക്ഷണം കഴിക്കുമ്പോ ഈ 3 വിരലുകളും വടിച്ച് വൃത്തിയാക്കാറുണ്ടായിരുന്നു. അവിടുത്തെ പ്ലേറ്റും തങ്ങൾ വടിച്ച് വൃത്തിയാക്കാറുണ്ടായിരുന്നു. അതൊക്കെ വിനയത്തിന്റെ ഒരു ഭാഗമാണ്. ഭക്ഷണം തികഞ്ഞില്ല എന്നല്ല കൂട്ടേണ്ടത്, അത് വിനയത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹു തന്നതല്ലേ ഭക്ഷണം.
ചെറുതാണെങ്കിലും ഭക്ഷണമാണ്, വലുതാണെങ്കിലും ഭക്ഷണമാണ്. ഭക്ഷണത്തോട് വലിയ ബഹുമാനം കാണിക്കണം, വലിയ വിനയം കാണിക്കണം. ഇഷ്ടം പോലെ കഴിച്ച് ബാക്കി മിച്ചവിട്ട് പോകരുത്. പ്ലേറ്റിലുള്ള ഭക്ഷണം പുറത്തുപോയി കൊണ്ടുപോയി കൊട്ടരുത്. ഉമ്മമാരെ, സഹോദരന്മാരെ, ഉപ്പമാരെ, കുട്ടികൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ഒരസ്പൃശ്യതയും പുരളാത്ത നല്ല കൈകളാണ് കുഞ്ഞുങ്ങളെ കൈകള്. അവർക്ക് ദോഷം എഴുതപ്പെട്ടിട്ടില്ലല്ലോ. ഒരുപക്ഷെ ബിസ്മി ചൊല്ലിയിട്ടോ സ്വലാത്ത് ചൊല്ലിയിട്ടോ അവർക്ക് നന്മ എഴുതപ്പെട്ട് കാണും. ആ നല്ല മക്കളുടെ നല്ല കൈകൊണ്ട് ഭക്ഷണം കഴിച്ച് കുഴച്ചിട്ട ഭക്ഷണം, അതിൽ വലിയ ശിഫയുണ്ട്. പഴമക്കാരായ ഉമ്മമാരും ഉപ്പമാരും വേണ്ട അത്ര ഭക്ഷണം അതിലേക്ക് ഇട്ടുകൊണ്ട് അവർ ഭക്ഷിക്കുമായിരുന്നു. ഇന്ന് ആ വിനയമൊക്കെ പോയി എന്നാ തോന്നുന്നത് സങ്കടകരമാണ്. പോകാൻ പാടില്ല. അതങ്ങനെ തന്നെ കൊണ്ടുപോയി വേസ്റ്റ് കൊട്ടയിൽ ഒഴിച്ചിട്ട് ആ പ്ലേറ്റ് ഒന്ന് കഴുകിയിട്ട് പുതിയ ഭക്ഷണം അതിലേക്ക് വിളമ്പുന്നു. നഊദു ബില്ലാഹ്. ഭക്ഷണം കഴിക്കുമ്പോൾ വിനയം കാണിക്കണം. പ്ലേറ്റിന്റെ അടിയില് അതേ സുപ്രയിൽ തെറിച്ചു വീണ ഭക്ഷണങ്ങളില്ലേ, അതെടുക്കണം. നമ്മളെ വീടൊന്നും പഴയ വീട് പോലെയല്ലല്ലോ. രാവിലെയും വൈകുന്നേരമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന നല്ല ക്ലീൻ ചെയ്ത വീടല്ലേ. അതുകൊണ്ട് കഴിക്കുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സുകളോ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ ശിഷ്ടങ്ങളോ താഴെ വീണാൽ അതെടുക്കണ്ട എന്ന് പറയുന്നതിന് പകരം അതെടുത്ത് കാണിച്ചു കൊടുക്കണം. കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ആദ്യം തിന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ ഭക്ഷണത്തോടുള്ള വിനയം നമ്മുടെ മക്കള് പഠിക്കുക. അവർക്കതിനോട് ബഹുമാനമുണ്ടാവുക. ഭക്ഷണം കഴിക്കുമ്പോ നല്ല വിനയം വേണം. യഥേഷ്ടം കഴിച്ച് അല്ലാഹു തആല തന്നതിനോട് നമുക്ക് കൂറ് വേണം. ഇഷ്ടം പോലെ കൊണ്ടുപോയി കൊട്ടരുത്. ഏതെങ്കിലും കന്നുകാലികൾ ഭക്ഷിക്കാനുണ്ടെങ്കിൽ ചോദ്യം വരൂല. ഏതെങ്കിലും കോഴികളോ മറ്റോ ഭക്ഷിക്കാനുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു എന്ന് പറയാം. വെറുതെ കൊണ്ടുപോയി കുഴിയിൽ തട്ടിയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വക്കലതിന് ചോദ്യമുണ്ടെന്ന് മറക്കരുത്. റബ്ബ് എണ്ണി എണ്ണി ചോദിക്കും. അവനാണ് ഇതൊക്കെ തരുന്നവൻ. അവന്റെ പക്കലാണ് അതിന്റെ ഗോഡൌൺ ഉള്ളത്, നമ്മുടെ ആരുടെയും പക്കലല്ല. ഭക്ഷണത്തിന്റെ ഗോഡൌൺ അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത് മുകളിലാണ്. സമായിലാണ് നിങ്ങൾക്കുള്ള റിസ്ക് ഉള്ളത്. സമായിൽ നിന്ന് വർഷിക്കുന്ന മഴകളിലൂടെയാണ് ഇവിടെ ഭക്ഷ്യധാന്യങ്ങളും മറ്റുമൊക്കെ സജീവമാകുന്നത്. അത് തീരെ ഭൂമി തടഞ്ഞു വെക്കാതിരുന്നാലോ ഉൽപാദനം നടക്കൂല, ഒന്നും തന്നെ ഇവിടെ കിട്ടുകയില്ല. അതുകൊണ്ട് ഭക്ഷണത്തോട് വലിയ വിനയം വേണം. ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? ഉവൈസുൽ ഖർനി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ സദാ സമയത്തും ഭക്ഷണം കഴിക്കൽ ഹോട്ടലിന്റെ ബേക്ക് ഭാഗത്തുള്ള കൊട്ടയിൽ നിന്നാണ്. മിക്ക നേരത്തും അവിടെ പോയി ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് മഹാനവറുകൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോ കാക്കയോ പൂച്ചയോ നായകളോ വന്നാൽ മഹാനവറുകൾ അവരോട് പറയും, എന്റെ വിഹിതം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്കുള്ള ചെറിയൊരു വിഹിതം പോലും ഞാൻ ഭക്ഷിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് വിഷമൊന്നും കരുതരുത്, നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. എന്നിട്ട് അള്ളാഹുവിനോടൊരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവേ, ഈ ഭൂമി ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയാൽ എന്നെ ആ വിഷയത്തിൽ നീ ശിക്ഷിക്കരുതേ അല്ലാ. കാരണം ഒരു ഭക്ഷണം പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ പാഴാക്കിയിട്ടില്ല. ഇത് പറയാൻ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് കെൽപ്പ് വേണം, നമുക്ക് കഴിവ് വേണം. ഒരിക്കലും ഭക്ഷണങ്ങൾ ഏറെ വെച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊട്ടുന്ന സ്വഭാവം ഉണ്ടാകരുത്. നമ്മൾ തന്നെ അത് വിവിധ സമയങ്ങളിലായിട്ട് റീകണ്ടീഷൻ ചെയ്തിട്ട് കഴിക്കണം. ചിലരങ്ങനെ ഉണ്ട്. പഴയ കാലത്തും നോക്ക് നിങ്ങൾ, നമ്മളെ വീടുകളിലൊന്നും ഈ ഫ്രിഡ്ജില്ല, ഉണ്ടോ? പഴയ കാലത്തൊന്നുമില്ല, അടുത്ത കാലത്തല്ലേ ഇത് വന്നത്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ 10 കിലോ ഉളുഹിയത്തിന്റെ ഇറച്ചി കിട്ടിയാലും ഒരു എല്ല് പോലും ഒന്ന് തൊള്ളയിൽ വെച്ച് അതിലുള്ളത് ബർക്കത്തും കൊണ്ട് ഊറ്റി കുടിക്കാതെ പുറത്തറിയോ? ഇന്നോ? നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിനോട് നമുക്കൊരു വിനയം വേണം. അല്ലാഹു തആല തരുന്നൊരു എത്ര ബറക്കത്തുള്ള ഭക്ഷണമാണ് ഉളുഹിയത്ത് എന്ന് പറഞ്ഞാൽ. രോഗങ്ങളൊക്കെ മാറും. കാരണം അത് ബറക്കത്തുള്ളൊരു മാംസാണ്, ഇത് ശിഫുള്ളതാണത്, വലിയ ബറക്കത്താണ് കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന നിങ്ങള്
കിട്ടുന്നത് മുഴുവനും അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ വെക്കും. അപ്പൊ എന്ത് ചെയ്യും? 2 ദിവസമാകുമ്പോഴേക്ക് പിന്നെ അതിന്റെ കട്ടി പറയണ്ട. അതൊന്ന് റെഡിയാകണമെങ്കിൽ വലിയൊരു മേട്ടെടുത്ത് മേടേണ്ടി വരും. ആ രൂപത്തിൽ അത് ബലം വെച്ചിട്ടുണ്ടാവും. 4 ദിവസം കഴിയുമ്പോഴോ തൊടാൻ പറ്റൂല. കൈയെടുത്ത് തണുത്തിട്ട് ഐസിനെക്കാളും വലിയ ഐസും കെട്ടാം. ഇത്രയും ഇത് ഐസിൽ താങ്ങി നിൽക്കുന്നത്. പിന്നെ അത് കുറെ നേരം വെള്ളത്തിലിട്ട് എത്ര വെള്ളത്തിലിട്ടാലും നമ്മൾ അത് പീസാക്കി കഴിക്കുമ്പോൾ അതുകൊണ്ട് വരുന്ന ദുരന്തങ്ങളും ദോഷങ്ങളും എത്രയെന്നറിയ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയ നിങ്ങൾ നല്ലോണം മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും പാകത്തിന് മുളകും പുരട്ടിയിട്ട് അതൊരു ഹാഫ് വേവിൽ വേവിക്കണം. ഇനി അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി പറയാണ്. അക്കീക്കന്റെ ഇറച്ചി കിട്ടിയാലൊക്കെ അത് ധാരാളമായി പോയി കൊണ്ട് കൊട്ടാന്ന് കരുതരുത്. അതങ്ങനെ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഒരു അടുത്ത നേരത്തിന് കുറച്ചെടുത്തു, പിറ്റത്തെ നേരത്തിന് രണ്ടാമതും എടുത്തിട്ട് പുതിയ ഉള്ളിയും പുതിയ കിഴങ്ങും ചേർത്ത് ഒന്ന് റീകണ്ടീഷൻ ചെയ്താൽ ഒരു കുഴപ്പത്തിനുണ്ടാവില്ല. കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ഉദയത്തിന്റെ ഇറച്ചി കിട്ടിയിട്ട് ഒരു തുണ്ട് പോലും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ഞാൻ അയച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതിലേക്ക് അതിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ കാര്യമായിട്ട് 2 എണ്ണമാണ്: പച്ചക്കറികളും ഫ്രൂട്ട്സുകളും. പാല് വരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടാവില്ല. ഇത് ഈ അപ്പച്ചട്ടിന്റെ തുണി വരെ കാണും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ. ചോറ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടാൻ വെക്കിട്ടില്ല. കരുത്, കേടാണ്. നമ്മളെ ശരീരത്തിൽ കണ്ടില്ല നിങ്ങൾ താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ എത്രയേ വരുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, പടച്ചോനെ ഞാൻ നിസ്കരിക്കണില്ലേ, ഞാൻ നോമ്പ് വെക്കണില്ലേ, ഞാൻ ഖുർആൻ ഓതുന്നില്ലേ, സംസം വെള്ളം കണ്ടമാനം കുടിക്കണേ, പിന്നെ എന്താ നീ തന്നെയല്ലേ അതിന്റെ തുടക്കക്കാരൻ. അല്ല, ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് ജീവിച്ചിട്ടില്ലേ നമ്മൾ? അന്ന് വല്ലതും വേസ്റ്റായിരുന്നു. അതാ ഉപ്പമാരോട് ചോദിക്കും, ഉമ്മമാരോടൊക്കെ ചോദിക്കും. ഞാൻ എന്റെ പഴയ കാലത്തെ വീട്ടിൽ പരിചയം വെച്ചാൽ ഞാൻ പറയുന്ന ഒരൊറ്റ കഷ്ണ ഇറച്ചി പോലും കളയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. എന്നാ അന്ന് അത്ര കിട്ടുന്ന രൂപത്തിൽ ഇന്ന് കിട്ടുന്നത് ഒരു പക്ഷേ കുറവായിട്ട് പോലും ഒഴിവാക്കാണ്. അന്നൊരു പക്ഷേ വീട്ടിലേക്ക് കിട്ടുന്ന അന്ന് കൂടുതൽ ആളുകൾ ഒരു പക്ഷേ അറുക്കാനുണ്ടാവും, കൊണ്ടുപോകാൻ അംഗങ്ങൾ കുറവായിരിക്കും. അപ്പൊ ഒരു 10 കിലോനൊക്കെ കിട്ടിയാലും അത് സുഭിക്ഷമായ നല്ല രൂപത്തിൽ ഭക്ഷിക്കും. ഇന്ന് കിട്ടുന്നത് 4 കിലോ ഇറച്ചിയാണെന്ന് കൂട്ടിക്കോളും. ഒരു 1-2 കിലോനിങ്ങനെ ഒന്ന് റെഡിയാക്കി ഭക്ഷിക്കും. പിന്നെ നടക്കൂല, ഞാൻ കുട്ടിക്ക് അള്ളാഹു താല കാണില്ല, രാത്രിയിലാണ് കുട്ടിയെ മതി. എത്ര ഒഴിവാക്കണം. സഹോദരിമാര് നല്ല കഴിവ് ആർജിക്കണം. കണക്കനുസരിച്ച് ഭക്ഷണം വെക്കാനുള്ള കഴിവ്. തികഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ, കേടില്ലല്ലോ. തികഞ്ഞില്ലാന്ന് കുട്ടികൾ 1 മെമ്പർക്കോ 2 മെമ്പർക്കോ തികഞ്ഞിട്ടില്ലാന്ന് കുട്ടികൾ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇത് ചില വീടുകളിൽ കാണും. എത്ര കൊല്ലങ്ങളായാലും ഏത് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയാലും ബാക്കിയാണ്. അത് കറാമത്തോണ്ട് ബാക്കിയാകല്ല, കണക്കിലധികം എടുത്തുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഈ ബാക്കിയുള്ളത് ഭക്ഷിക്കാൻ ആളില്ലാതുമ്പോ ഒരു പക്ഷേ ഇതിന് കുറ്റത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഒന്നുകിൽ ഇത് പക്ഷികളോ മറ്റോ ആരെങ്കിലും ഭക്ഷിക്കണം, അല്ലെങ്കിൽ മൃഗങ്ങൾ ആരെങ്കിലും ഭക്ഷിക്കണം. വെറുതെ കൊണ്ടുപോയി കുടിയിൽ തള്ളിയാൽ അള്ളാഹു വെറുതെ വിടൂല. അതെപ്പോഴും കരുതേണ്ടതാണ്. അതിനോട് കാണിക്കേണ്ട ഒരു വിനയം അതിനോട് കാണിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തോട് എത്ര വിനയ കാണിച്ചിരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹമാണ്. റിസ്ക് തരുന്നവൻ അവനല്ലേ. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. റാസിഖ്, റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. അവൻ തരുന്ന ആ റിസ്കിനോട് നമ്മൾ വിനയമുള്ളവരാകണം. അതുകൊണ്ടാ തങ്ങൾ കൈവടിക്കുന്നത്, പാത്രം വടിക്കുന്നത് എന്തൊരു വിനയമാണ്. പുറത്തുപോയ ഭക്ഷണം എടുക്കുകയാണ്. നമ്മളെ പഴയ കാലങ്ങളിലൊക്കെ വീടിന്റെ നിലം കരി തേച്ചതായിരുന്നു, ഓർമ്മല്ലേ നിങ്ങൾക്ക്? കരി തേച്ച നിലത്ത് വീണ ഇറച്ചി കഷ്ണം വല്യപ്പമാരെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? എടുത്തിട്ട് കൊണ്ടുവന്ന ഗ്ലാസിൽ നിന്ന് ഒരിറ്റ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കും. എന്നിട്ടൊന്ന് നോക്കും, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഒന്നുമില്ലെങ്കിൽ അത് ഭക്ഷിക്കുന്നു. ഇന്ന് നല്ല ക്ലിയറായ പവർഫുള്ളായ വീട്ടിലെ അടിഭാഗങ്ങള് നല്ല ടൈലൊട്ടിച്ചതാണ്, നല്ല മാർബിൾ ഒട്ടിച്ചതാണ്, നല്ല ഗ്രാനൈറ്റ് പതിച്ചതാണ്, അതുപോലത്തതാണ്, ഒരു കേടുമില്ല. പക്ഷേ നിലത്തെങ്ങാനും വീണുപോയാൽ ഒരു കുഴപ്പവും ബാധിക്കാത്ത, അത് എടുക്കാൻ നമ്മൾ സമ്മതിക്കാത്തത് ഭക്ഷണത്തോട് നമുക്കുള്ള വിവരക്കേടും അതുപോലുള്ള ബഹുമാനക്കുറവുമാണ്.
നല്ല വിനയം അതിനോട് വേണം. അതാ നമ്മുടെ ബറക്കത്തിന്റെ കാരണം. അതുകൊണ്ട് താഴെ വീണത് എടുത്ത് ഭക്ഷിക്കുമ്പോ അത് രോഗത്തിന്റെ ശിഫക്ക് കാരണമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ഭക്ഷണത്തോട് നല്ല വിനയം കാണിച്ചതാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, ഫിർഔനിന്റെ ശരീരത്തിന് ഒരു കേടും പറ്റാതിരുന്നത്. ഫിർഔനിന് അല്ലാഹു തആല രോഗം കൊടുത്ത് പരീക്ഷിച്ചിട്ടില്ല. അവസാന സമയം വരെ നല്ല ആഫിയത്തായിരുന്നു. അതാള് മുത്തഖിയായി സ്വാലിഹായത് കൊണ്ടല്ല, പിന്നെയോ അള്ള കൊടുത്ത അന്നത്തോട് വലിയ ആദരവായിരുന്നു. ഏത് പ്ലേറ്റിൽ നിന്ന് തെറിച്ച് വീണാലും അത് പെറുക്കിയെടുത്ത് ഭക്ഷിക്കുന്ന രാജാവായിരുന്നു ഫറോവ. അതാണ് നല്ല ആഫിയത്ത്. ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ശിഫക്ക് വേണ്ടി, നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി ഒരു മൂമിനായ മനുഷ്യൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി, ബാപ്പ കുടിച്ച ഗ്ലാസ്സിൽ ബാക്കി ഒരു 1/2 ഗ്ലാസ് വെള്ളമുണ്ട്, അത് കുടിക്കേണ്ടവരല്ലേ മക്കള്. ഭർത്താവ് കുടിച്ച ഭക്ഷണത്തിന് ഗ്ലാസ്സിലെ ബാക്കി വെള്ളം അത് കുടിക്കേണ്ട ആളല്ലേ ഭാര്യ. ഭാര്യ കുടിച്ച ഭർത്താവിന് കുടിച്ചൂടെ? അതിൽ വല്ല കുറവുണ്ടോ? പക്ഷെ നിങ്ങൾ നോക്കി നമ്മളെ ആൾക്കാരെ ഇതുകൊണ്ടൊക്കെ എത്ര കുറവാ നമുക്ക്. ചുരുങ്ങിയ കാലം അത് 25 പീസായിപ്പോയൊക്കെ. അത് അവിടെ ഓട്ട, അവിടെ വാളുവിന്, അങ്ങനെ മറ്റേ ഇങ്ങനെ. കാരണം ഈ തരം കാര്യങ്ങളൊക്കെ വിനയൊന്നും ഇല്ലല്ലോ നമ്മളിൽ. അതുകൊണ്ട് പിന്നെ നമുക്ക് ആ കിട്ടേണ്ട സ്വസ്ഥതൊന്നും ഇല്ലാതായി പോയി. വെല്ലിപ്പാരോ 95 വയസ്സാകുമ്പോഴും നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം വളരെ കെങ്കിമമായിട്ട് കഴിക്കൂലേ. ഒരു കുഴപ്പമില്ല. നല്ല അസൂയപ്പെടാൻ പറ്റുന്ന ആഫിയത്ത്. എന്താ അതിന്റെ കാരണം എന്നറിയോ നിങ്ങള്? ബറക്കത്തും ബഹുമാനവും വിനയൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മളെക്കാൾ അവർ എത്രയോ മുൻപന്തിയിലായിരുന്നു. നമ്മൾ ആ സ്റ്റേജ് സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് പാത്രത്തിന് വെള്ളം കൊടുത്ത ആ പാത്രം അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ട് കറക്കുക. പാത്രം ഇങ്ങനെ നനവ് കാണാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കറക്കും. ചുണ്ട് തട്ടിയ നനവ് കാണുന്നിടത്ത് ചുണ്ട് വെച്ച് ബാക്കിയുള്ളത് കുടിക്കും. അപ്പൊ ആൾക്കാർക്ക് തോന്നുന്നു, അതെ അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ കാലത്ത് ഈ വാല് പറഞ്ഞ നമ്മൾ ഡീസന്റിന്റെ ആൾക്കാരല്ലേ. അതാണ് 25-ാം വയസ്സിൽ നിനക്ക് കുമ്പിടാൻ പറ്റാത്തത്, നിസ്കരിക്കാൻ പറ്റാത്തത്, ഒരു സുന്നത്ത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്താ? നിന്റെ ശരീരം മുഴുവനും അനാരോഗ്യം കൊണ്ട് മലിനമായി പോയി. എത്ര പെട്ടെന്ന് ചെറിയ കുരുന്നുകൾക്ക് പോലും കണ്ടില്ല നിങ്ങൾ മാരകാസുഖങ്ങള്. ഭക്ഷണത്തോട് കാണിക്കേണ്ട ബഹുമാനവും ബറക്കത്തും ഇല്ലാത്തതാണ് മുഖ്യ കാരണം. സ്വാലിഹീങ്ങളായ ആൾക്കാരെ കൊണ്ട് അവരുടെ ഉമിനീര് തട്ടിക്കേണ്ട, അവരുടെ ഉമിനീരല്ലേ നമ്മുടെ കുഞ്ഞിന്റെ അകത്തളത്തിൽ ആദ്യം സ്പർശിക്കേണ്ടത്. അതൊക്കെ തേടി പിടിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു പണിയാണ്. അതൊക്കെ അങ്ങ് മലപ്പാടം കൊടുത്താ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ അതിനനുസരിച്ചുള്ള ആരോഗ്യമല്ലേ ഉണ്ടാവുള്ളൂ. ആരോഗ്യം ഒരിക്കലും തകരാത്ത, തളരാത്ത നല്ല ആരോഗ്യവാനായ സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. എന്താ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ ആരോഗ്യ രഹസ്യം? സയ്യിദുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വെച്ച പാത്രത്തിലെ രക്തം ഇബ്നു സുബൈർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞതൊന്നും കൊണ്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞു. അപ്പൊ അത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആരും കാണില്ലല്ലോ നോക്കിയിട്ട് അതാണ് കുടിച്ചു. കാരണം ഇതാരെ രക്തമാണ്? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തമാണ്. ഇത് തങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു. തിരിച്ചു വന്നപ്പോ ചോദിച്ചു, അബ്ദുള്ള രക്തം എന്തേ കാട്ടിയെന്ന് വെച്ചു. അതാരും കാണാത്തടത്ത് ഞാൻ സൂക്ഷിച്ചു എന്ന് പറഞ്ഞു. കുടിച്ചതാ. കുടിച്ചു എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, വൈലുൽ ലക മിനന്നാസ് വവൈലുൽ ലിന്നാസി മിൻകാ. എന്റെ രക്തം നിന്റെ രക്തത്തോട് ചേർന്നില്ലേ അബ്ദുള്ള? നിന്നെ തൊടുന്നവരൊക്കെ കുടുങ്ങിപ്പോയി. നിന്നെ ആര് ആക്രമിച്ചാലും തല്ലിയാലും അവർ കുടുങ്ങിപ്പോയി. നീ ആരെ ആക്രമിച്ചാലും തൊട്ടാലും കുടുങ്ങിപ്പോയി. നിന്റെ ശരീരം അല്ല നരകത്തിന് ഹറാമാക്കി പോയി. എന്റെ രക്തം നിന്റെ രക്തത്തോട് കലർന്നു പോയല്ലോ. സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളലാത്ത് അത് ത്വഹാറത്താണ് എന്നതിന് പെരുത്ത് തെളിവുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫതുൽ ബാരിയിൽ പറഞ്ഞു, ഫഖത്ത് തകാസറത്തിൽ അദില്ലത്തു അലാ ത്വഹാറത്തി ഫളലാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കുന്ന വേസ്റ്റുകൾ അത് ത്വഹാറത്താണ്, പരിശുദ്ധിയുള്ളതാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ അധികം വന്നിരിക്കുന്നു. 1ഉം 2ഉം 10ഉമല്ല, ധാരാളം തെളിവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉലമാഇന്റെ ഏകകണ്ഠമായ അഭിപ്രായം അത് ശുദ്ധിയുള്ളതാണ്. അതുകൊണ്ട് എന്തൊരു മഹത്വം കിട്ടിയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ബറക്കത്തെടുത്തിട്ട് സ്വഹാബത്തിന് എന്തൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട്, എന്തൊരു ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. ഭക്ഷണത്തിൽ പാലിക്കേണ്ട ബറക്കത്ത് നമ്മൾ സ്വീകരിക്കണം. അതേ പ്ലേറ്റ് ശരിയായി വടിച്ച് വൃത്തിയാക്കണം. മേശയിൽ പോയ മറ്റ് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എടുത്ത് നമ്മൾ ഭക്ഷിക്കണം. ഒരിക്കലും അതിൽ യാതൊരു കുറവും കാണിക്കരുത്. ബാപ്പ കഴിച്ച പാത്രമാണോ അതിൽ ഭക്ഷണം കഴിക്കാൻ മക്കൾ തയ്യാറാകണം. ബാപ്പയല്ലേ നേരത്തെ വന്ന ആള്, നേരത്തെ വന്ന ആൾക്കൊരു ബഹുമാനമില്ലേ? നേരത്തെ വന്ന ആളുകൾ നേരത്തെ പോകുന്നവരും നേരത്തെ ആഖിറത്തിൽ പരിഗണിക്കപ്പെടുന്നവരുമല്ലേ? എന്റെ മുമ്പ് എന്റെ ബാപ്പാക്കല്ലേ പരിഗണന, ബാപ്പാന്റെ മുമ്പ് ബാപ്പാന്റെ ബാപ്പാക്കല്ലേ പരിഗണന? മുന്നിൽ വന്നവർക്ക് മുന്നിൽ പോകാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ നല്ല പരിഗണനയുണ്ടല്ലോ. അപ്പൊ നന്നായി ദിക്റ് ചൊല്ലുന്ന, നിസ്കരിക്കുന്ന, അതേ നല്ല ആബിദായി നടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോടുള്ള ബഹുമാനം കൊണ്ട് മക്കൾ അങ്ങനെ ചെയ്യണം. ഉസ്താദുമാര് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് എല്ലെടുത്ത് അതിൽ നിന്ന് വല്ലതും വലിച്ചു കുടിക്കാനുണ്ടോ എന്ന് കരുതി വലിച്ചു കുടിച്ചതിന്റെ പേരിൽ ഇൽമിന്റെ മധുരം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിച്ച എത്ര ശിഷ്യന്മാരുണ്ട്. അവര് പഠിച്ചിട്ട് മണ്ടയിൽ കയറാത്തവരായിരുന്നു, തീരെ ഗ്രാഹ്യശക്തി ഇല്ലാത്തവരായിരുന്നു. പക്ഷേ ഉസ്താദന്മാരുടെ നാവ്, ആ നാവ് ഭക്ഷണം കഴിക്കാൻ പോയിരുന്നത് 4-5 കിതാബുകൾ ഓതിക്കൊടുത്ത നാവാണ്. ആ കിതാബുകളിൽ കനപ്പെട്ട മഹാന്മാർ എഴുതി വെച്ച ഇൽമിന്റെ ഭണ്ഡാരമല്ലേ കെട്ടയിച്ചു കൊടുത്തത്. അതിൽ ആ നാവിൽ തട്ടിയ എല്ല്, ആ നാവിൽ തട്ടിയ മുള്ള് അതെടുത്തൊന്ന് വലിച്ചൂറ്റി കുടിക്കുമ്പോഴേക്ക് എന്താ സഹോദരങ്ങളെ ശരീരത്തിലേക്ക് പകരുന്നത്, എന്താണ് ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നത്? അതിന്റെ എനർജി അളക്കാൻ പറ്റുമോ? അതിന്റെ ബറക്കത്ത് തൂക്കാൻ പറ്റുമോ? അത് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? എത്ര അധികമാണ് അല്ലാഹു തആല കൊടുക്കുന്നത്, കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് നല്ല വിനയം കാണിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തോട് കാണിച്ച വിനയം, നമ്മളൊരു നിലക്കും ഭക്ഷണത്തെ വേസ്റ്റാക്കുന്നവരാകരുത്. ഇഷ്ടം പോലെ അല്ലാഹു തആല തന്നതിന് നമ്മൾ ശുക്ർ കാണിക്കുന്നവരാകണം. അതേ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ മിച്ചമുണ്ടോ, നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളുണ്ടോ, ചോദിക്കാതെ തന്നെ അയൽക്കാരെ വീട്ടിലേക്ക് കൊടുത്തേക്കണം. അതവിടെ വെച്ചാൽ ഇന്ന് രാത്രി അവിടെ കൊടുത്തയച്ചാൽ അതാരെങ്കിലും ഭക്ഷിക്കും. നാളെ രാവിലെ ആകുമ്പോഴേക്ക് അതിന് പുളിപ്പ് വരും, രുചി മാറും, നിറം മാറും. അപ്പൊ പിന്നെ കൊടുത്തയക്കുന്ന ഒരു ബഹുമാനക്കേടായി പോകും. ഇന്നെ കൊടുത്തയച്ചാലോ അൽഹംദുലില്ലാഹ്, അയൽപക്കത്തെ ഭക്ഷണം വന്നല്ലോ, നല്ല രുചിയുണ്ട്, അൽഹംദുലില്ലാഹ്. അവരാ പറയുന്ന അൽഹംദുലില്ലാഹ് എന്നതിന്റെ കനവും കട്ടിയും അല്ലാഹു നമുക്ക് കണക്കാക്കി തരുന്നത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റൂല. അവരെ പറയുന്ന ദുആഇന്റെ വചനം എത്രയോ വലുപ്പമേറിയതാണ്. നല്ല വിനയം കാണിക്കണം.